തന്നെ ഏറെക്കാലമായി പലായനം ചെയ്യാൻ പ്രേരിപ്പിച്ച, മക്കയിൽ തന്നെ കല്ലെറിഞ്ഞവർ, വേട്ടയാടിയവർ, ആട്ടിയോടിച്ചവർ, അവരെല്ലാവരും കീഴടങ്ങി നിൽക്കവേ ഏതായുധവും ആർക്കുനിരയും പ്രയോഗിക്കാം, ഏതാക്രമണവും നടത്താം എന്നിരിക്കെ പ്രവാചകൻ ഖസ്വ എന്ന തന്റെ ഒട്ടകപ്പുറത്തിരുന്ന് ചുറ്റിലുമുണ്ടായിരുന്ന മുഴുവൻ സഹാബക്കളോട് ഉറക്കെ വിളിച്ചു പറഞ്ഞൊരു സന്ദേശമുണ്ട്. അൽ യൗമു യൗമു അൽ മർഹമ എന്നാണ്. ഇത് സമാധാനത്തിന്റെ ദിവസമെന്നാണ്. അവിടെയാണ് ഇംഗ്ലീഷ് ചരിത്രകാരന്മാർ അത്ഭുതാതരവോടുകൂടി കുറിച്ചിട്ടത്, നെവർ നെവർ ഇൻ ഹിസ്റ്ററി വാസ് ദെയർ അനദർ വിക്ടർ who showed such love and mercy for the fallen foe. Not on house was plundered, not on women was insulted. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചു യുദ്ധത്തിന്റെ രീതിശാസ്ത്രം എന്താണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു കടന്നുപോയി. ഹരിയാനയിലെ നൂഹ് എന്ന ജില്ലയിൽ ഏകപക്ഷീയമായ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് അവിടെ ഒരു MP എന്ന നിലയിൽ സന്ദർശിക്കാൻ അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ. ബുൾഡോസറുകൾ ഇരച്ചുകേറിയ വഴിയിടങ്ങളിൽ തകർത്തെറിയപ്പെട്ട മനുഷ്യരുടെ വിലാപങ്ങൾ, മനുഷ്യരുടെ സ്വപ്നങ്ങൾ, തകർന്നിടിഞ്ഞ കൂനകൾ കണ്ടു. അവിടെ പൊട്ടിക്കരയുന്ന മനുഷ്യരെ കണ്ടു. ആ യാത്രക്കിടയിൽ ഈ മസ്ജിദിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഓർത്തുപോകുകയാണ്, ആള് നിറഞ്ഞു നിൽക്കുന്ന ഈ മസ്ജിദുകളുടെ നടുവിൽ, ഈ മസ്ജിദിന്റെ നടുവിൽ ആഘോഷനിർഭരമായി ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ അന്ന് ഞാൻ ഉൾപ്പെടുന്ന MP-മാരുടെ സംഘം, എൻ്റെ പാർട്ടിയുടെ പ്രതിനിധി സംഘം, CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് നീലോൽപൽ ബസുവിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളെ കൊണ്ടുപോയൊരു പള്ളിയുണ്ടായിരുന്നു. വിജനമായൊരു പള്ളി, പോലീസ് കാവൽ നിൽക്കുന്നൊരു പള്ളി, അകത്തേക്ക് പ്രവേശനം MP-മാർക്ക് പോലും നിഷേധിക്കപ്പെട്ടൊരു പള്ളി. ആ പള്ളിക്കകത്താണ് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും പാട്ടുകൾ എഴുതിക്കൊണ്ടിരുന്ന കവി കൂടിയായ ഇമാമിനെ വെട്ടിനുറുക്കി കൊന്നുകളഞ്ഞത്. അല്ലാഹു മഫ്തഹലി അബ്വാബ റഹ്മത്തിക എന്ന് പറഞ്ഞാണ് ഒരു മുസ്ലിം മസ്ജിദിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അല്ലാഹുവേ, അനുഗ്രഹത്തിന്റെ റഹ്മത്തിന്റെ വാതിലുകൾ എനിക്ക് നീ തുറന്നിട്ട് തന്നാലും എന്ന് പറഞ്ഞാണ്. സൂറത്തുൽ ജിന്നിൽ അസന്നിഗ്ധമായി പറയുന്നുണ്ട്, തീർച്ചയായും മസ്ജിദുകൾ അള്ളാഹുവിനുള്ളതാണ് എന്ന്. മസ്ജിദിനുള്ളിൽ എങ്ങനെയാണ് മനുഷ്യർ അനുഗ്രഹം തേടുന്നത് എന്ന് ഈ വാക്കുകളിൽ, ഈ പ്രാർത്ഥനാദുരിതമായ വാക്കുകളിൽ വളരെ പ്രകടമാണ്. പക്ഷെ ബഹുമാന്യനായ തങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് സമത്വത്തിന്റെ ഇടമായി, സമഭാവനയുടെ ഇടമായി മസ്ജിദുകൾ മാറുന്നത് എന്ന് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. തോളുകൾ തോളോട് ചേർന്ന് നിൽക്കുന്ന സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും വലിയ